അതിതാ ലൈറ്റിൻ്റെതാ. എനിക്ക് കൈവേണ്ട പൊന്തിക്കല്ല. ഈ നാടകത്തിന്റെ സംവിധായകൻ പത്മശ്രീ ഓസ്കാർ അവാർഡ് ജേതാവ് കൂടിയായ സുകുമാരൻ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കും. പ്രിയമുള്ളവർ, ഈ സമൂഹത്തിൽ ആരും നാടകക്കാരായി ജനിക്കുന്നില്ല. പട്ടിണി അതൊന്നു മാത്രമാണ് ഈ ഞങ്ങളെയെല്ലാം നാടകക്കാരാക്കി മാറ്റുന്നത്. നിങ്ങൾ അനുഭവിച്ചാലും. സംവിധായകൻ പറഞ്ഞത് കേട്ടല്ലോ. നാടകം ആരംഭിക്കും. അയ്യോ കുറെ നേരമാണ് എല്ലാം കൂടി കിടന്ന് കലകുല കലകുല കലകുലാന്ന്. എന്താ നേരം നടന്നു തുടങ്ങാത്തെ? കാലവാരി തറയല്ല, കാലവാരി മേപ്പോട്ട് നിങ്ങൾക്ക് കാർമേഘത്തിനെ പോയി തങ്ങി നിൽക്കും. പിന്നെ ഒരു മഴ വീണാലും നിങ്ങൾക്ക് താഴ്ചയ്ക്ക് വരുള്ളൂ. മനസ്സിലാവണ? ഞങ്ങളുടെ 12ാമത് നാടകം. ആരാണ് എന്റെ പ്രൊഡ്യൂസർ? അഥവാ അമ്മയുടെ ഭർത്താവാണ് എന്റെ അച്ഛൻ. ഭഗവതി കുത്തുകൊള്ളണേ, കാത്തുകൊള്ളണേ. ഭവാനി ഭവാനി. എന്താ മനുഷ്യ നമ്മുടെ മകൾ എവിടെ പോയിടി? ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ ഇത്ര വൈകിയത്? ചെരുപ്പ് കണ്ടില്ല. പിന്നെ എന്ത് ചെയ്തു? പുതിയൊന്നും കിട്ടാത്തത് കൊണ്ട് എന്റെ പഴയ ചെരുപ്പന്നെ കേട്ടാണ്ട് അമ്പലത്തിൽ പോയിട്ട് അച്ഛനെയും വെടിവെടിപാടും നടത്തിയോ? പുത്തൻപുരയിൽ ഭാർഗവന്റെ പ്രിയപത്നി ഭവാനി ഒരുപിടി, മറ്റൊരു പിടി, പിന്നെ ഞാൻ. അങ്ങനെ ഒരു കുടുംബത്തിൽ 3 വെടിവെടിപാട്. അവിടത്തേക്ക് പ്രസാദം മോളെ. ഇന്നെങ്കിലും കുളിച്ച് വൃത്തിയായി തലയിൽ ചെമ്പരത്തിപ്പൂവും ചൂടി സുന്ദരിയായി നിൽക്കണം. എന്താണ് നീ വിശേഷിച്ച്? ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ട്. അവൻ അറിയുന്നതിന് മുമ്പ് നിന്റെ കല്യാണം ഞാൻ നടത്തും. ഇല്ല, കല്യാണം നടക്കില്ല. അതെന്നെ എനിക്ക് പറയുന്നത്. വല്ലവരെ വീട്ടിൽ വന്നിന്റെ കല്യാണം നടക്കില്ലെന്ന് പറയും ഞാനാരാ? പാർവതി എന്റെ മുറപ്പെണ്ണാണ്. അവന്റെ മകളാണ് ഞാൻ. എന്റെ മകളാണ്. അവളെ എനിക്ക് കെട്ടിച്ചു തന്നില്ലെങ്കിൽ നാളെ രാവിലെ തൂങ്ങിയാടുന്ന നിന്റെ ശരീരമായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇവിടെ ആരും തൂങ്ങി മരിക്കുന്നവരെ ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ തൂങ്ങി മരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കടക്ക് പുറത്ത്, എന്റെ പുറത്തല്ല, വീടിന് പുറത്ത്. ഞങ്ങൾക്കൊരു മകൾ മാത്രമല്ല, ഒരു മകൻ കൂടി ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ. അറിയാം. വേഗം വെച്ചു. പപ്പന്റെ കയ്യിൽ കിട്ടിയ ഗണപതിക്കടിച്ച് തേങ്ങ പോലെയാണ്. 3 പേരോടും കൂടി കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദൈവം കാര്യം വന്നിരിക്കുന്നത് നടക്കാൻ മാത്രമല്ല, പിന്നെ അയ്യോ അതല്ല, അമ്മയും അച്ഛനും ഇപ്പോൾ അകത്ത് പോകാൻ. രമേശ് ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളു. ഭവാനി, നമുക്ക് പോകാം. രമേശ് ചേട്ടന് പുണ്ണാക്ക് വേണോ? എനിക്ക്
എനിക്കാരോട് നടക്കുന്നില്ല. എന്നെ വറുത്തുവല്ലേ? അല്ല, തീർത്തുവല്ലേ? നീയല്ലേ എന്നെ വറുത്തത്? എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് രമേശേട്ടനൊപ്പം മാത്രമായിരിക്കും. ദൈവമേ, ഇവളെന്നെ കൊലക്ക് കൊടുക്കുക. നമ്മുടെ കുട്ടിക്കാലം പാടവെമ്പത്ത് കൂടി നമ്മൾ കൈമോട്ട് അമ്മന്റെ തല പോയി തലയിലടിച്ചത്. അമ്മന്റെ തല പോയി തലയിലടിച്ച് തലച്ചോറ് വെളിയിൽ വന്ന കഥയല്ലേ? കൊണ്ടുപോയപ്പോൾ എന്നോട് ക്ഷമിക്കും പാർവതി, എന്നോട് ക്ഷമിക്കും. ഇന്നലെ വീട്ടിൽ പട്ടിണിയായി വിശപ്പ് സഹിക്കാനാവാതെ തലയിലിരുന്ന പൊതിച്ചോറെടുത്ത് ചാളക്കറിയും കൂട്ടി ഞാൻ തിന്നു പാർവതി, തിന്നു. പാർവതി, അയ്യോ അയ്യോ നിൽക്ക. ഞാനും ഒന്ന് കാണക്കേടി പാപ്പാ. എന്റെ കുഞ്ഞുമോനെ പപ്പ, നിന്നെ അമ്മ എന്ന കണ്ണുകളെ കാണത്തിടാ. മോനെ പപ്പാ, ജയിൽ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, സൂപ്പർ. എന്റെ മൂപ്പാട് വന്നു. അവര് നിന്നെ ദേഹോപദ്രവം വല്ലതും? എന്ന വഴി ജയിച്ചുകൊണ്ട് കാര്യമായി ഒറ്റയടി. പിന്നെ റിമി ടോമിയുടെ ഗാനമേളയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ഇല്ലമ്മേ, ബോധം തെളിഞ്ഞില്ല. അവരെ അതിന് സമ്മതിച്ചില്ല. ഇവിടെ ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നത്. നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്ന കളരിയെടുക്കാമായിരുന്നില്ലേ? ശ്വാസം എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആ കളരി. അതെ, എവിടെ എന്റെ പഞ്ഞിക്കുങ്ങൾ പാർവതി? കുഞ്ഞിക്കുങ്ങൾ പാർവതി, ഞാനിപ്പോ വിളിക്കാം മോനെ. ആ മോനെ പപ്പ, ആ രമേശൻ ഇവിടെ വന്നിരുന്നു. എന്തിന്? പാർവതിക്കുട്ടിയെ കല്യാണം ആലോചിക്കാൻ. കൊല്ലിഞ്ഞവനെ പാർവതിക്കുട്ടിയെ കാണുന്നില്ല. കൂടെ ഞാൻ രമേശിനെയും. ഇവിടെ ആരും ഒളിച്ചോടുന്നില്ല. ഈ സമൂഹമാണ് അവരെ ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ അവനെ കുറ്റം മനസ്സിരിക്കും. നിൽക്ക്. അവന്റെ കൈകൊണ്ട് ചാകാനല്ല നിന്നെ ഞാൻ വളർത്തിയത്. എനിക്കൂടാകത്ത് ഭവാനി, വിളിക്കടി പോലീസിനെ. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇന്ന് ഞാൻ അനങ്ങിക്കളയും. അല്ല, അനങ്ങിപ്പോവല്ല, തട്ടിക്കളയും. സത്യം പറയണേ, ആരാണ് ഈ ഗർഭത്തിൽ അതിമന്ത്രത്തിൽ സുഭദ്രയുടെ മകൻ രമേശനമ്മ ഈ ഞാൻ. അപ്പൊ നീയാണല്ലേ ഈ ഗർഭത്തിന് ഉത്തരവാദി? പിന്നെ നീ ഗർഭത്തെ കുറിച്ച് സംസാരിക്കാൻ കാരണം? വെറുതെ ഗർഭത്തോട് താല്പര്യം തോന്നി, അത്ര. അതെ, നീ മാത്രമാണ് ഇത് ഉത്തരവാദി. നീ മാത്രമാണ് ഇത് ഉത്തരവാദി. എന്താ കാര്യം? ഇത് നാടകമാണ്, ഡയലോഗ് പറയാൻ. മര്യാദക്ക് ഡയലോഗ് പറയണം. കമ്മറ്റിക്കാരി കാശില്ല, നാടകം തീർക്കേണ്ട കാശില്ല, ഡയലോഗ് പറയാൻ. എന്താണ് ഇതാണ് നാടകം? നീയപ്പോ ഒരുപാട് നാടകത്തിന്റെ പേര് നോക്കി തോന്നിയാസം കണ്ടോ? ഇവിടെ ആരും വികലാംഗരായി ജനിക്കുന്നില്ല. ഈ കമ്മറ്റിക്കാരാണ് എല്ലാവരെയും വികലാംഗരാക്കി മാറ്റുന്നത്.
ഞങ്ങളുടെ നാട്